ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ അനലൈസിസ് നമ്മൾ ചെയ്യാറുണ്ട് ഫോർ ഇൻട്രാഡേ പർപ്പസ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആയിരിക്കുള്ളൂ. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ബോത്ത് ലെവൽസാണ് നമ്മൾ ഇവിടെ അനലൈസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നലെ ഞാൻ അനലൈസിസ് വീഡിയോ ഇട്ടായിരുന്നു. അനലൈസിസ് വീഡിയോയിൽ ഞാൻ ഇട്ട ലെവൽസ് ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ്. ഒന്നും മാർക്കറ്റിൽ നടന്നിട്ടില്ല കാര്യമായിട്ട്. നമ്മുടെ ആ ഒരു ലെവൽസ് റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം അത് തന്നെയാണ്. 24,435 കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഐ തിങ്ക് 2 ദിവസമായി റെഗുലർ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അബവ് മാർക്കറ്റ് ഇതുവരെ പോയിട്ടേ ഇല്ല. അവിടെ തന്നെ എക്സാക്ട് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഓവറോൾ നമ്മൾ സ്ട്രക്ചർ എന്താ പീനിയൻ പാറ്റേണിലാണ്. ഇതുവരെ സ്റ്റിൽ അതിൻ്റെ അപ്പർ ചാനലാണ്, അപ്പർ റെസിസ്റ്റൻസ് ലൈനിൻ്റെ അവിടെയാണ് ഇപ്പോൾ സ്പോട്ട് കിടക്കുന്നുള്ളൂ. അതിൻ്റെ അബവ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബുള്ളിഷ് ആവുള്ളൂ ആണ് എൻ്റെ ഒരു ട്രേഡ്. ഇതിൻ്റെ അബവ് വരുള്ളൂ. 25,485 500 ആക്കിക്കും കേട്ടോ. ഓവറോൾ 500 ആക്കണം. കാരണം റൗണ്ട് നമ്പറാണ് 500. സോ 500 തന്നെ ആക്കുള്ളൂ. 25,500 അബവ് എക്സാക്ട്ലി അത് റെസിസ്റ്റൻസ് അവിടെ തന്നെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ പീനിയൻ പാറ്റൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ അത് ഇവിടെ തന്നെ സിങ്ക് ആവുന്നുണ്ട്. കണ്ടോ, 25,500. സോ അത് തന്നെ റൗണ്ട് നമ്പർ കൂടിയാണ്. സോ നമ്മൾ മുകളിൽ ഡാറ്റ ഹിസ്റ്ററി ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. സോ ഐ ഫീൽ അത് തന്നെ ആക്കി എടുക്കണം നമുക്ക്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. നാളെ ഗ്യാപ്പ് അപ്പ് എന്തെങ്കിലും ബൈ ചാൻസ് അങ്ങനെ ആണെങ്കിൽ സോ അവിടെ നിന്ന് സെൽ ഓഫ് തന്നെ വരാനുള്ള ചാൻസസ് ആണ്. ഞാൻ ഓവറോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാർക്കറ്റിൽ ഒരു ബിയറിഷ് അല്ല, ഒരു ലെഗ് താഴേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ലെഗ് താഴേക്ക് വന്നാലേ ശരിക്കും ആ സ്ട്രക്ചർ കറക്റ്റ് ആവില്ല. ഒരു ലെഗ് താഴേക്ക് ഇവിടെ വരെ വരണോ ഓർ താഴെ ഇവിടെ വരെ വരും, അത് ഫുള്ള് നമ്മൾ നോക്കേണ്ടി വരും. എങ്ങനെയാണ് അത് എത്ര ബിയറിഷ്നെസ് ഉണ്ടോ മാർക്കറ്റ് അത് നോക്കേണ്ടി വരും. ആ ലെഗ് താഴേക്ക് വന്നാൽ പിന്നെ ബാക്കി എന്തെങ്കിലും ഉള്ളൂ. ഇവിടുന്ന് മുകളിലേക്ക് ഞാൻ അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല. ബട്ട് യെസ്, 25,500 അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക് ബാക്കി എന്തെങ്കിലും 600-700 വരെ പോകാനുള്ള ചാൻസസ് ആണ്. പിന്നെ ഞാൻ എന്തിനെ 25,400-500 ഞാൻ സെല്ലിംഗ് സോൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ പോയി കാണുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. റെഗുലർ വ്യൂവർ ആണെങ്കിലൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഐ തിങ്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് 25,500-400 ആ ഒരു റേഞ്ചാണ് നമ്മുടെ. അവിടെ വന്നാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓവറോൾ റെസിസ്റ്റൻസ് ആണ് അത്. അവിടുന്ന് ഒരു ലെഗ് താഴേക്ക് വരും. ഓക്കെ, ആ ഒരു ലെഗ് താഴേക്ക് വരേണ്ടതാണ് നമ്മുടെ ആ ഒരു അനലൈസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ലെഗ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലോ അടിച്ചിട്ടുണ്ടല്ലോ. ഇവിടുന്ന് 1, 2, ഇത് 3 ആണ്. ഫുൾ തേർഡ് ആണ് ഈ ലെഗ് ഉള്ളത്. തേർഡ് വേവ് ആണ്. ആ ലെഗിൻ്റെ 4th വേവ് ശരിക്കും ആ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, താഴേക്ക് വന്നാലേ പിന്നെ ഫിഫ്ത്ത് ലെഗ് അത് പോകുള്ളൂ. ഫിഫ്ത്ത് എവിടെ വരെ പോകും നമുക്കറിയില്ല. ഫസ്റ്റ് തേർഡ് ലെഗിൻ്റെ കൺഫർമേഷൻ. തേർഡ് ലെഗ് എപ്പോഴും ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ, ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് 4th ലെഗ് താഴേക്ക് വരുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓവറോൾ. ഫുൾ സൈഡേഴ്സ് ആണ്. ഞാൻ ആക്ച്വലി ചെറിയൊരു ബീറിഷ് തന്നെ എക്സ്പെക്ട് ചെയ്താണ്. പക്ഷെ അതൊന്നും ഒരു ലെഗ് താഴേക്ക് ഇതുവരെ വരാതെയാണ് ഇപ്പോൾ മാർക്കറ്റ് അങ്ങനെ സ്റ്റക്കായി കിടക്കുന്നു. ഓക്കെ, സോ ഡൈവർജൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബിയറിഷ് ഡൈവർജൻസ് തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റിൽ. കണ്ടോ, ഓവറോൾ 1, 2, 3 ടോപ്പാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻട്രാഡേ പർപ്പസിലാണ് 1, 2, 3. സോ പക്ഷേ RSI നമ്മൾ നോക്കി ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും കൂടി RSI വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യണം. RSI നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഡൈവർജൻസ് ഉണ്ട് താഴേക്ക്. ബിയറിഷ് ഡൈവർജൻസ് ആണ് കാണിക്കുന്നത്. സോ അതിൻ്റെ കൺഫർമേഷൻ എപ്പോഴും കിട്ടും. ഈ സ്ട്രക്ചർ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ 25,320 ബ്രേക്ക് ആയാൽ മാത്രം. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ഈ ഒരു സപ്പോർട്ട് റെഡ് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇതൊരു സ്മോൾ ടൈം ഫ്രെയിമിലാണ്. ഇത് ബ്രേക്ക് ആയാൽ നമുക്കൊരു ബിയറിഷ് ട്രേഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഇത്രയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. നിഫ്റ്റിയിൽ ഓർത്ത് വെച്ചേക്കുന്ന ബിയറിഷ് തന്നെയാണ് ഉള്ളത്. പിന്നെ 25,500 അബവ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് ആ ബിയറിഷ്നെസ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറേണ്ടി വരും. പിന്നെ ബുള്ളിഷ് ആവണം. ഓക്കെ, ബുള്ളിഷ് ആവണമെന്ന് ഞാൻ 25,500 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ 1-2 കാണ്ടിലല്ല, അത്യാവശ്യം നന്നായിട്ട് പ്രൈസ് സസ്റ്റെയിൻ ആയി. ചിലപ്പോൾ അവർ ട്രാപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, 25,500 വരെ അവർ പ്രൈസ് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സെക്കൻഡ് കാലിൽ തന്നെ താഴേക്ക് കൊണ്ടുവരും. അങ്ങനെയല്ല, 2-3 കാൻഡിൽ സസ്റ്റെയിൻ ആവണം, പ്രോപ്പർലി സസ്റ്റെയിൻ ആവണം. ഓക്കെ, അല്ലാണ്ട് പ്രൈസൊക്കെ ടച്ച് ചെയ്യുന്നത് കണ്ടോ, ഈ ഒരു ലെവലിൽ ഇത്ര പ്രാവശ്യം ടച്ച് ചെയ്തു 25,430, 1 ഇവിടെ, സെക്കൻഡ് ടൈം,
പിന്നെ ഇവിടെ 3rd ടൈം 4th ടൈം ഇന്നും ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ പ്രൈസ് പോണിയത്. സോ ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആണ്, മനസ്സിലായോ? സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൈസ് ഓവറോൾ അവർ ഓൾ ഓവർ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നും അവർ ആക്ച്വലി നമ്മുടെ US-ൻ്റെ ആ ഒരു ഡാറ്റ വരാനുള്ളൂ. സോ അവിടെ നിന്ന് ആ ബേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് സ്റ്റക്കായി കിടക്കുന്നത്. അവിടുത്തെ ആ ഒരു ന്യൂസ് നമുക്ക് എന്താ കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും ബാക്കി ഫർദർ മൂവ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡെയിലി വ്യൂസ് നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ ഡെയിലി വ്യൂസ് ഞാൻ ഇടാറുണ്ട്. പ്രോപ്പർലി കഴിഞ്ഞ 1-2 മാസമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഡെയിലി വ്യൂസ് ഞാൻ കൊടുക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട് ലേണിംഗ് പർപ്പസിന്. സോ എല്ലാവരും കൂടി പഠിക്കുക, ലേൺ ചെയ്യുക, എങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്യേണ്ടതാണ് അതൊക്കെ എല്ലാം നിങ്ങൾ അത് പഠിക്കണം കൂടെ. അപ്പോൾ നിങ്ങൾക്ക് അത് ലേൺ ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനലൈസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പീനിയൻ പാറ്റേണിലാണ്. ഓക്കെ, ഇന്നലെ ഞാൻ കൊടുത്ത വീഡിയോയിൽ തന്നെ പീനിയൻ പാറ്റേണിലാണ് ബാങ്ക് നിഫ്റ്റി. അതിൽ വലിയ കാര്യമായിട്ട് ഒന്നും മാർക്കറ്റിൽ ഒന്നും നടന്നിട്ടില്ല. പ്രോപ്പർലി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ബാങ്ക് നിഫ്റ്റി പ്രോപ്പർലി റെസിസ്റ്റൻസ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പീനിയൻ പാറ്റേണിൻ്റെ ടോപ്പ് ആ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ അവിടെ നിന്ന് എക്സാക്റ്റ് അവിടെ നിന്ന് കണ്ടോ പ്രോപ്പർലി അങ്ങനെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റം വന്നിട്ടില്ല. ഇതൊക്കെ എല്ലാം ഈ ലെവൽസ് കാര്യങ്ങൾക്കൊക്കെ ഈ ബോക്സൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നലത്തെ വീഡിയോ പോയി ഒന്ന് നോക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ 52,350 ആണ്. നല്ലൊരു റെസിസ്റ്റൻസ് ആണത്. ഓക്കെ, ആ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തിന് ബാക്ക് ടെസ്റ്റ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ബാക്ക് ഡാറ്റ ഉണ്ട്, നമുക്ക് നമ്മുടെ ഹിസ്റ്ററി നമുക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ പ്രോപ്പർലി. സോ ഇത് കണ്ട ഇവിടുന്ന് ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ്. സോ ഈ ഒരു ഫുൾ പോർഷൻ, ഈ വീക്കിൻ്റെ ഫുൾ പോർഷൻ സെല്ലേഴ്സ് ആണ് ഇതിനകത്ത്. കണ്ട ഇവിടുന്ന് പ്രൈസ് ഗ്രീൻ ക്യാൻഡിൽ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി സഡൻ ആ ക്യാൻഡിൽ ഫുൾ താഴേക്ക് വിത്ത് സെല്ലിംഗ് നല്ലൊരു സെല്ലിംഗ് പ്രഷറിലാണ് താഴേക്ക് വന്നത്. ഓക്കെ, കണ്ടോ. സോ അതാണ് നമ്മുടെ ഒരു ലെവൽ 52,350. ഓക്കെ, ഇവിടെയും ഇത് കൊണ്ടോ, ഇവിടെയും ഈ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ടോ, ഇവിടെയും സെല്ലിംഗ് പ്രഷർ. സോ അത് ഓവറോൾ അത് ഒരു റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഈ ഒരു ലെവൽ 51,960 ഇപ്പോൾ വേണ്ട, അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ വിഗിൻ്റെ ലോ തന്നെ പിടിക്കാം. 51,930. അപ്പോൾ ഇതിനകത്ത് സിങ്ക് ആയിക്കോളും ഓവറോൾ. കണ്ടോ, ഈ താഴെ വരുന്ന പീനിയൻ പാറ്റേണിൻ്റെ ഈ ഒരു ലൈൻ ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, അത് സിങ്ക് ആവും. അത് കണ്ടോ. സോ 51,930 അത് നമുക്കിപ്പോൾ സപ്പോർട്ടാണ് നമ്മുടെ. അപ്പോൾ ഈ വിഗിൻ്റെ ഈ 1 hour ക്യാൻഡിൽ ഇതിൻ്റെ വിഗിൻ്റെ ലോ കൂടിയാണ് അത്. സോ ഇനി അത് നാളെ ഇതൊക്കെ ബ്രേക്ക് ചെയ്താൽ, ഈ ട്രെൻഡ് ലൈൻ്റെ ഈ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്താൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. നമ്മളത് നോക്കണം. എങ്ങനെ നമ്മൾ ശരിക്കും സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതാണ്. എക്സ്പെക്റ്റിംഗ് ആണ് നാളെ ഓൾ മറ്റന്നാൾ എന്തായാലും നല്ലൊരു മൂവ് ഉണ്ടാകുമെന്നാണ്. ഇനി 2 ദിവസം ഞാൻ എക്സ്പെക്ട് ചെയ്ത ചെറിയൊരു ലെഗ് താഴേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ അവരൊന്നും മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും നടന്നിട്ടില്ല. വെറും സൈഡ് വേസ് ആയിരുന്നു. വണ്ടി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കണ്ട ഒന്നുമില്ല. ഓവറോൾ സ്ട്രക്ചർ എത്ര പോയിൻറ്റ്സിൻ്റെ ആകെ ഒരു വൺ ഡേയിൽ BNFA ഓവറോൾ ഐ തിങ്ക് വൺ ഡേയിൽ ഒരു 200 പോയിൻറ്റ്സിൽ സംതിങ് ഉണ്ടായിരുന്നു ഇന്ന് യെസ്റ്റർഡേ മൂവ്. ഇന്നും വലിയ കാര്യമായിട്ടൊന്നും മൂവ് ഉണ്ടായില്ല. 50,100 to 150 or 200 പോയിൻറ്റ്സിൻ്റെ മൂവ് ആകെ BNFയിലുള്ളൂ. സോ നിഫ്റ്റിയിൽ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഷൻ സൈനാണ് ഇത്. ഓൺ ടോപ്സ് ഇത് കണ്ട ഈ ക്യാൻഡിൽസ് കാണുന്നുണ്ടോ? ഈ ക്യാൻഡിൽസ് ഇങ്ങനത്തെ ക്യാൻഡിൽസ് മീൻസ് ഫ്രഷ് ബയേഴ്സ് ഇതിനകത്തില്ല. ഓക്കെ, ഫ്രഷ് ബയേഴ്സ് ലാസ്റ്റ് 3 days ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രഷ് ബയേഴ്സ് ഇതിനകത്തൊന്നും ഇല്ല. ബയേഴ്സ് വോല്യൂം ഇല്ല, ബയേഴ്സ് ഇല്ല. സോ ഓവറോൾ മാർക്കറ്റ് കൺഫ്യൂസ് ആണ് ഏത് ഡയറക്ഷൻ എടുക്കണം. അപ്പോൾ മാർക്കറ്റ് കൺഫ്യൂസ് ആണെങ്കിൽ മാർക്കറ്റ് ഒരു ലെഗ് താഴേക്ക് തരാറുണ്ട് യൂഷ്വലി. ഫർദർ എന്തെങ്കിലും ഗുഡ് ന്യൂസ് അവിടെ നിന്ന് US നല്ലൊരു ഗുഡ് ന്യൂസ് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ മാത്രമേ പ്രോപ്പർലി ഓവറോൾ മുകളിലേക്ക് പോവുള്ളൂ. സോ കോഷൻ സൈനാണ് ഞാൻ പറയുള്ളൂ. ഞാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് ആവുന്നത് ഇവരുടെ അപ്പർ ഒരു നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 25,500 അബവ് സസ്റ്റെയിൻ ആയാലും മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ 51,350 അബവ് സസ്റ്റെയിൻ മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്ക് ഒരു ലെഗ്, അത്യാവശ്യം നല്ലൊരു ലെഗാണ് ഞാൻ താഴേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം അത്രയ്ക്ക് ഫ്യൂൽ മാർക്കറ്റിൽ കാണുന്നില്ല. ഓവറോൾ കൺഫ്യൂഷനാണ് അവർ. ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസിൽ എന്തെങ്കിലും അത് ആക്ച്വലി ഓൺ ടോപ്പാണ്, ഓൾമോസ്റ്റ് ടോപ്പിലാണ് കിടക്കുന്നത്. സോ ഒരു ലെഗ് അതിനകത്തും താഴേക്ക് വന്നാലാണ്
ഒരു നമുക്ക് ഇത് കിട്ടിയുള്ളൂ. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും നല്ല ഗുഡ് ന്യൂസ് ഒക്കെ വന്നാൽ പിന്നെ ഓക്കെ നമ്മൾ അതനുസരിച്ച് ട്രേഡ് എടുക്കുകയുള്ളൂ. അത് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ നോക്കണം പ്രൈസ് ആക്ഷൻ എന്താ കാണിക്കുന്നത്. സോ സ്റ്റിൽ അവിടെ നമ്മൾ ഇപ്പോൾ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ കൺഫ്യൂഷൻ തന്നെയാണ്. അവർക്ക് ഇതൊക്കെ എല്ലാം പ്രൈസ് ആക്ഷൻ ഒക്കെ ബുള്ളിഷ് ആണെങ്കിൽ എല്ലാം ഓവറോൾ അവരുടെ കയ്യിൽ നല്ല ഡാറ്റ ഉണ്ടെങ്കിൽ അവർ പണ്ടേ പ്രൈസ് ബുക്ക് ചെയ്യുന്നത്. ബട്ട് അവരും കൺഫ്യൂസ്ഡ് ആണ്. സോ പ്രോബബ്ലി ചാൻസ് കൂടുതലാണ് ഒരു ലെഗ് താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൻ്റെ നാളെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് നന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് അതനുസരിച്ച് വേണം ട്രേഡ് എടുക്കാൻ നാളെ. ഓക്കെ, സോ ബി കോഷ്യസ്. വൈൽഡ് മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്.